ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരാധ്യ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിന്നൊരു സ്പെഷ്യൽ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഇന്ന്. ഇണക്കവും പിണക്കവും സന്തോഷവും സമാധാനവും പിന്നെ നമ്മുടെ കല്ലുമ്മയും കൂടെ കൂടി ചേർന്ന ഒരു വർഷം കൂടി കഴിഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ 4ാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടോ അപ്പോൾ ഇന്ന്. അപ്പം പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളോടൊക്കെ കൂടെ നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാം. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ശുഭമായിട്ട് തന്നെ ആരംഭിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളൊന്ന് ക്ഷേത്രത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കല്ലുമ്മ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ പനയനാർക്കാവ് ക്ഷേത്രത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതായി നമ്മുടെ വിഷ്ണു ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. നമ്മളിത് ക്ഷേത്രത്തിൽ പോയാലും ചേട്ടനെ കൂടെ കൂട്ടാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 4 പേരും കൂടിയാണ് കേട്ടോ ഏത് ക്ഷേത്രത്തിൽ പോയാലും പോകുന്നത്. അങ്ങനെ നമ്മൾ അകമൊക്കെ തൊഴുത് ഇറങ്ങി കേട്ടോ. നടക്കൊക്കെ കണ്ട് തൊഴുതിറങ്ങി. അപ്പോൾ അകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ അവിടെ വഴക്ക് പറയും കേട്ടോ. അത് കാരണമാണ് കുറച്ച് വലിയ ക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങി നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതാണ് കേട്ടോ ആ അമ്പലത്തിന് കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ ക്ഷേത്രത്തിൽ. അപ്പോൾ പാൽപ്പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 11:30 12 മണി ആയതുകൊണ്ട് നമുക്കതുവരെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പായസം വാങ്ങിയില്ല. പിന്നെ ചരടൊക്കെ പൂജിച്ച് കല്ലുമ്മാൻ്റെ പേരിൽ അർച്ചനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ 3 പേരുടെയും പേരിൽ അർച്ചനയൊക്കെ നടത്തി. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇനി നമുക്ക് എവിടെയെല്ലാം തൊഴുതു. പിന്നെ പുറത്തുകൂടി ഒന്ന് തൊഴുതു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ എല്ലായിടവും തൊഴുതിറങ്ങി. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമാണല്ലോ നമ്മുടെ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂജ ബമ്പർ ഇവിടെ നിന്ന് തന്നെ ഒരു ചെണ്ടയിൽ നിന്ന് വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോണപ്പോൾ കല്ലുമ്മ ഉറങ്ങാനായിട്ട് ഇങ്ങനെ തോളയിലേക്ക് ചാരി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് സ്പെഷ്യലി ചിക്കനും ബീഫും ഒന്നുമല്ല, നമ്മളിന്ന് താറാവാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇപ്പോൾ താറാവിനെ വാങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും സ്പെഷ്യലല്ലേ, അപ്പോൾ ഇന്ന് താറാവിനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സുന്ദരി കുട്ടി താറാവിനെ ആയിരുന്നു കേട്ടോ എടുത്തത്. അവളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുറുക്കാൻ തോന്നത്തില്ല, അതുപോലത്തെ സുന്ദരിയായിരുന്നു കേട്ടോ. നല്ല വെള്ള താറാവായിരുന്നു. അങ്ങനെ അവളെയും എല്ലാം റെഡിയാക്കി വാങ്ങി വീട്ടിൽ നിന്നപ്പോഴത്തേനും ഇതാ കല്ലുമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സൊന്നും ഊരാൻ നിന്നില്ല, കാരണം ഡ്രസ്സ് ഊരി കഴിഞ്ഞാൽ അവളെ ഉണരും. അതുകൊണ്ട് ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അവൾ ഭയങ്കര മൂഷട്ടായിരിക്കും. അപ്പം ഞാനും ഏട്ടനും എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് നമുക്ക് ചപ്പാത്തി കൂടെ ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ മുട്ടക്കറി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുട്ടക്കറി വെച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ ബീഫിൻ്റെ കാര്യം ഓർത്തത്. അങ്ങനെ ബീഫും ഉണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നമ്മുടെ താറാവിനുള്ള ഗ്രേവി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ താറാവ് കറി വെക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ താറാവ് കറിക്ക്. നല്ല നാടൻ താറാവ് കറി തേങ്ങ വറുത്തരച്ച് കറി വെച്ച് തിന്നണം എൻ്റെ അപ്പോൾ. ഓക്കെ, അപ്പോൾ അമ്മ അവിടെ തേങ്ങ ഒക്കെ വറുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സവാളയൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി നമ്മുടെ താറാവിനെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷേ ചേട്ടൻ നല്ല പോലെ ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ബീഹാറികളാണെന്ന് തോന്നുന്നു കേട്ടോ അത് ആ ചേട്ടനെ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം അയ്യോ പക്ഷേ അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. എന്നാ മണമാണ്, തുറന്നപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. നല്ല സൂപ്പർ കറിയാണ്. എൻ്റെ വൈകി കപ്പലോടി ഗൈസ്. അങ്ങനെ നമ്മുടെ താറാവ് കൂട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കല്ലുമ്മ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേനും അമ്മ ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇപ്പോൾ നമ്മൾ മീനൊക്കെ കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് അവൾക്ക് ചൂരയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ ചൂരയുടെ ചാറുണ്ടായിരുന്നു, പിന്നെ മോരുകറിയും കൂട്ടിയാണ് കേട്ടോ കൊടുത്തത്. അവൾ താറാവൊന്നും അങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ കഴിക്കാനിരുന്നു. അച്ഛനും അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും കഴിക്കാനിരുന്നു. അടിപൊളി കറിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റ് ആവും. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ നമ്മളൊന്ന് ബീച്ചിൽ പോകണം കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്നത്തെ ദിവസം സമയം വളരെ പെട്ടെന്നാണ് കേട്ടോ പോകുന്നത്. അല്ലാത്ത ദിവസം ഞായറാഴ്ച എന്നൊക്കെ പറയുന്ന ദിവസം ഒട്ടും പോകത്തില്ല കേട്ടോ. വെറുതെ ഇന്ന് സമയം കളയേണ്ടി വരും. പക്ഷേ ഇന്നാണെങ്കിൽ ഒട്ടും സമയം പോലും ഇല്ല കേട്ടോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും. അങ്ങനെ നമ്മൾ എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ച് എത്താറായി.
അങ്ങനെ നമ്മൾ ബീച്ചെത്തി. കല്ലുമ്മ വരുന്ന വഴിക്ക് ഉറക്കമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരു മൂശാട്ടയുണ്ട് കേട്ടോ, ഉറക്കം തെളിയാതെ എഴുന്നേറ്റത് കൊണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ ബീച്ചിൽ പക്ഷേ കടൽ കയറി കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കൂടുതലായിട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. അവിടെ നോക്കാനൊക്കെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, അധികം ഇറക്കാതിരിക്കാൻ. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വന്നിട്ട്. അപ്പം കഴിഞ്ഞ വട്ടം നമ്മൾ വന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കല്ലുമ്മങ്ങോട്ട് ആദ്യമായിട്ട് വന്ന വീഡിയോ. അതിനകത്ത് അവൾ ഭയങ്കര അലമ്പായിരുന്നു, കാരണം അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വട്ടം അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ കല്ലുമ്മയ്ക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും അവൾക്ക് തിന്നാൻ പറ്റാതെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് കോളിഫ്ലവർ ബജ്ജി വാങ്ങി കൊടുത്തിട്ടോ, നല്ല ചൂടും ഉണ്ടായിരുന്നു. അന്നേരം തന്നെ ഉണ്ടാക്കി തന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവളത് കഴിച്ചു, ചെറിയ ചൂടോടെ തന്നെ. സോസൊക്കെ ഒഴിച്ചുകൊണ്ട് മധുരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് അവൾ കഴിച്ചു. പിന്നെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്നിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ആ മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ, മഴക്കോളൊക്കെ കയറി തുടങ്ങി. പിന്നെ ഞാൻ കുറേ പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ ഗൈസ് വന്നത്. കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് വന്നു. കല്ലുമ്മ ഒന്നും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങളുടെ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ കല്ലുമ്മയ്ക്കൊരു പമ്പരമൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ സന്ധ്യകാറായി, 6:15 ആയിട്ടോ സമയം. അപ്പം മഴ കൂടി വരുന്നതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ കേക്കിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കും ഒക്കെ കിട്ടി. നമ്മൾ സജിത ചേച്ചിയാണ് കേട്ടോ കേക്ക് ചെയ്തു തരുന്നത്. നമ്മുടെ എല്ലാ ഇതിനും ഫങ്ഷൻസിനൊക്കെ ചേച്ചി തന്നെയാണ് കേക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് ചേച്ചി ചെയ്ത് തന്നെയായിരുന്നു കേട്ടോ. ഇതാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. കുറച്ച് ടോൾ കേക്കായിരുന്നു വേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിലാരും അങ്ങനെ കേക്ക് കഴിക്കാനില്ല, ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ കേക്കിലങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചു അമ്മയാണ് കേട്ടോ വീഡിയോ എടുത്തു തന്നത്. പിന്നെ വേറെ ആരും നമ്മളങ്ങനെ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ 3 പേരും കൂടി കേക്ക് കട്ട് ചെയ്തു, അമ്മ വീഡിയോ എടുത്തു തന്നു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. അപ്പം നമ്മുടെ നൈറ്റ് ഫുഡ് പൊറോട്ടയും നമ്മുടെ താറാവുമായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഏട്ടൻ ചോറാണ് കേട്ടോ കഴിച്ചത്, ഞാൻ പൊറോട്ടയും താറാവ് കറിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഗൈസ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അതെ വെൽഡിങ്, 2 പേരെ വെൽഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഇതാ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഏട്ടന് കൊടുത്ത് സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഞാൻ ആ കേക്ക്. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഏട്ടൻ എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഡ്രസ്സും ആയിരുന്നു കേട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.